Oh my god, guys, look at this view. This is Cornish, but we are not going here today. We are going to some other place. This is where I was talking about. We are at Abu Dhabi Mina Harbour. നല്ല ഇളം കാറ്റിൽ തേങ്ങാക്കൊലയൊന്നും ആടിയില്ലെങ്കിലും നിങ്ങൾക്കൊന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ സ്പോട്ടാണിത്. സോ ഹായ് ഗായ്സ്, വെൽക്കം ടു ലൈഫ് അൺഫിൽറ്റേഡ്. നമ്മളിപ്പോൾ ഉള്ളത് അബുദാബി ഹാർബറിലാണ്. ഫോർട്ട് കൊച്ചി കഴിഞ്ഞാൽ പിന്നെ ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഈ ഹാർബർ. അത് ഞാൻ ചുമ്മാ ഒരു വെയിറ്റ് ഇട്ടതാട്ടോ. അറബി നാടായതുകൊണ്ട് പൊക്കിയൊന്നും പറയുമല്ല, പക്ഷേ ഇവിടെ വന്ന ഇതൊരു ഹാർബറാണെന്ന് നമുക്ക് തോന്നില്ല. 20-ലധികം റെസ്റ്റോറൻറ്റ്സ്, ചെറിയ കോഫി സ്പോട്ടുകൾ, ഇരിക്കാനും നടക്കാനും ഒക്കെ ആയിട്ട് ധാരാളം സ്ഥലങ്ങൾ, പ്ലേ ഏരിയ, അങ്ങനെ വിശാലമായൊരു പാർക്ക് പോലെ തന്നെയാണ് ഈ ഹാർബർ. നല്ലൊരു ഈവനിങ്ങിൽ ഒരു സൺസെറ്റൊക്കെ കണ്ട് ഒരു പ്രൊമനാഡ് നടത്താൻ തോന്നുന്നവർക്ക് പറ്റിയൊരു പ്ലേസാണിതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി നടന്ന് ക്ഷീണിക്കുമ്പോൾ നിങ്ങൾക്കൊരു ജ്യൂസോ ഒരു കോഫിയോ എന്തെങ്കിലും സ്നാക്കിങ്ങോ ഒക്കെ വേണം തോന്നിയാൽ അതിന് പറ്റിയ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട്. നമ്മുടെ ദാസനും വിജയനും കണ്ട ദുബായ് ഇതാണോ എന്ന് തോന്നിപ്പിക്കുന്ന തക്കവണ്ണത്തിലുള്ള കുറച്ച് വ്യൂ ഞാനിവിടുന്ന് കണ്ടു. ആ വ്യൂ നിങ്ങളെ കാണിക്കാൻ ഈ കാണുന്ന പാറക്കെട്ടൊക്കെ വലിഞ്ഞു കയറി ഞാനിതിൻ്റെ മണ്ടേ വന്നപ്പോൾ അതിലും സൂപ്പർ വ്യൂ ആണ് എനിക്ക് കാണാൻ സാധിച്ചത്. അടിപൊളി സൺസെറ്റും. കഴിഞ്ഞ തവണ നമ്മൾ ഹുദ്രിയാത്തിൽ കണ്ടതിനേക്കാൾ ക്ലോസ് വ്യൂയിലുള്ളൊരു സൺസെറ്റാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഞാനെന്താ ഈ സൺസെറ്റിൻ്റെ പുറകെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? എനിക്ക് സൺസെറ്റ് ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി ഇങ്ങനെ തിരമാല അടിച്ച് കയറി വന്ന് നിൽക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ഫേസിലും മനസ്സിലൊക്കെ ഒരു ഗ്ലോ വരുമല്ലോ. ഇതാ ഗ്ലോ കണ്ടോ? ഇവിടെ ഇങ്ങനെ സൺസെറ്റും കണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന 1-2 പേരെ നമ്മൾ കണ്ടു കേട്ടോ. സീംസ് ലൈക്ക് ദേ ആർ കണക്റ്റിംഗ് വിത്ത് നേച്ചർ. നമുക്കതിനുള്ള കഴിവില്ലാത്തത് കൊണ്ട് നമ്മൾ സൺസെറ്റും കണ്ട് പതിയെ തിരിച്ച് നടന്നു. തിരിച്ച് നടന്നപ്പോഴേക്കും ഏകദേശം ഇരുട്ടി. അപ്പോഴേക്കും അവർ ലൈറ്റ്സൊക്കെ ഓണാക്കാൻ തുടങ്ങി. ഇനി ദൂരം എന്നുള്ളൊരു സൺസെറ്റ് വ്യൂ കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ കണ്ടില്ല, ഇനി നിങ്ങളും കൂടെ കണ്ട് ഹാപ്പി ആവട്ടെ എന്ന് ഞാനങ്ങ് വിചാരിച്ചു. അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ ഇവിടുത്തെ മാർക്കറ്റാണ്. മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഇനി അടുത്ത ഗ്രോസറി ഷോപ്പിങ്ങിന് പോകണമെന്ന് നിങ്ങൾ വിചാരിക്കും. അല്ല, ഇതല്ല ഗൈസ്. നമ്മുടെ വീട്ടിലെല്ലാവർക്കും കുറച്ച് പച്ചപ്പിനോടും ഹരിതാഭയോടും എസ്തെറ്റിസിറ്റിയോടും ഒക്കെ പ്രണയമുള്ളത് കൊണ്ട് പുതിയ കുറച്ച് പ്ലാൻസും കുറച്ച് ഡെക്കോർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാമെന്നൊക്കെ വിചാരിച്ച് വന്നതാണ് നമ്മൾ. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ പ്ലാൻസൊക്കെ കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മൾ പുല്ലാണെന്ന് കരുതി വലിച്ചെറിയുന്ന പ്ലാൻസ് വരെ ഇവരിവിടെ വളർത്തുന്നുണ്ട്. എനിക്കെപ്പോഴും ചെറിയ പ്ലാന്റ്സിനോടാണ് ഇഷ്ടം. സക്കലൻ പ്ലാന്റ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ക്യാറ്റസും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെയൊക്കെ കുറേ കളക്ഷൻസ് ഇവിടെ ഉണ്ടായിരുന്നു. ഈ ചെടികൾക്കിടയിൽ ഏതാ ഒരു വാഴ എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? അത് വാഴയല്ല, അത് ഞാനാണ് ഗൈസ്. ഇത്രയും ഭംഗിയുള്ള പ്ലാന്റ്സൊക്കെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലൊരു പാട്ട് വന്നു. അപ്പോൾ അതിനിടയ്ക്ക് കയറി 2 ഷോട്ട് എടുക്കാമെന്ന് വിചാരിച്ചതാണ്. പൂക്കളേ സുറ്റുയി വിടുങ്കൾ ഹൊയ് 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 ഹൊയ്. എൻ്റെ പാട്ടൊന്നും അത്ര രസമൊന്നുമല്ല, പക്ഷെ നല്ല ബാക്ക്ഗ്രൗണ്ട് കിട്ടിയാൽ എനിക്ക് അപ്പം പാടണം, അത് നിർബന്ധമാണ്. ഇനി ഞാൻ പാട്ട് പാടിയാൽ നിങ്ങൾക്ക് എന്നെ സഹിക്കാൻ പറ്റാതാവും. അതുകൊണ്ട് ഞാൻ പാട്ട് നിർത്തുന്നു. സോ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് വേണ്ട കുറച്ച് ചെടികളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടെ ഏത് ദിവസമാണെങ്കിലും ഈ തിരക്കനുണ്ടാവുമെന്നാണ് ഡാഡി പറഞ്ഞതായതുകൊണ്ട് സത്യമാവാനാണ് ചാൻസ്. വാട്ട്സോ എവർ. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മളിതാ വണ്ടിയിലേക്ക് വെച്ചു. തൊട്ടപ്പുറത്തുള്ള കുറച്ച് ഇൻറ്റീരിയർ ഡെക്കോർ ഷോപ്പിൽ കയറി 1-2 ലൈറ്റ്സും കുറച്ച് പോട്ട്സും ഒക്കെ നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എന്തോ നമ്മുടെ ഇൻറ്റീരിയർ ഡെക്കോറുമായിട്ട് അതങ്ങ് ഫിറ്റാവുന്നില്ലെന്ന് തോന്നിയത് കൊണ്ട് നമ്മളൊന്നും എടുത്തില്ല. ജസ്റ്റ് എല്ലാം ഒന്ന് കണ്ടിട്ട് തിരിച്ച് നേരെ വണ്ടിയിൽ വന്ന് കയറി വണ്ടി സ്റ്റാർട്ടാക്കി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അടുത്ത ദിവസം എൻ്റെ ഫസ്റ്റ് ഡേ അറ്റ് ഓഫീസാണ് ഗൈസ്. സോ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വ്ളോഗുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.